ചേർക്കേണ്ടത് അടിക്ക് പിടിച്ചിട്ടാകുമ്പോൾ ചേർക്കുക. ഇതിൽ വെള്ളം നന്നായി കുറവാണെങ്കിൽ വെള്ളം ഇങ്ങനെ മുക്കി മാറ്റുക. ചിക്കൻ കറിക്ക് ഇറച്ചി മസാല ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇറച്ചിക്കറിയായും ഉപയോഗിക്കാം. അല്പനേരം വെള്ളം കുറവാണെങ്കിൽ തുറന്നു വെക്കുക. അപ്പുറം ചോറ് അടിച്ചു പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അപ്പുറത്ത് എന്താ അത് നെയ്ച്ചോറ് അല്ലേ? ഇപ്പം നെയ്ച്ചോറ് എന്ന് പറയപ്പെടും. അത് അടിക്ക് പിടിച്ചാൽ മാത്രം നെയ്ച്ചോറാണ്. ഇളക്കിക്കൊണ്ടേ ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിച്ചാൽ ഉപ്മാവായി മാറും. ഈ നെയ്ച്ചോറിൽ എന്തൊക്കെയാണ് കൂട്ടങ്ങള്, വിഭവങ്ങൾ എന്തൊക്കെയാ കൂട്ടേണ്ടത്? നെയ്ച്ചോറിൽ ആദ്യം മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം മുളക് പൊടി കുറച്ച് ചേർക്കുക. അതിനുശേഷം വേണം കറി കോരി അതിലേക്ക് ഒഴിക്കാം. അവൻ നെയ്ച്ചോറ് റെഡി. അപ്പൊ നെയ്ച്ചോറ് കോഴി ഇറച്ചിക്കറിയും റെഡി. അപ്പൊ കോഴി ഫ്രൈ അല്ല അല്ലെ? കോഴി ഇറച്ചിക്കറിയും റെഡി. ഇറച്ചി മസാല ഇട്ടത് കൊണ്ട് കോഴി ഇറച്ചിക്കറി. അല്ല, ഇന്റർവ്യൂ ചെയ്യാ എങ്ങനെ ഉണ്ടാക്കാന്ന്. കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കും? തിളക്കുന്നുണ്ട്. കോഴിക്കറി വെച്ചിട്ട് അതിൽ ഇറച്ചി മസാല ഇട്ടാ കോഴി ഇറച്ചിക്കറിയോ? കോഴി ഇറച്ചി മസാലയോ? ഇപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പം പച്ചമുളകൊക്കെ മടക്കി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇതെങ്ങനെ സാധിച്ചു? അതിന് കണ്ടൻസിന്റെ ആൾക്കാരെന്നെ പഠിക്കേണ്ടത്. ഇപ്പോഴെന്തായി? കോഴി ഇറച്ചിയുടെ കഷ്ണം ചെറുതായിട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞു. ബന്ധനോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? ബന്ധനോ ഇല്ലയോ എന്ന് ഒന്നും എടുക്കുക, കടിക്കുക. അത് കോഴി നമ്മളെ കടിക്കുമല്ലോ, നമ്മള് കോഴിനെ കടിക്കണോ? കറിവേപ്പില ഉണ്ട് തല്ലായില്. അടുത്തായി നമ്മളെ കണ്ടൻസ് കറിവേപ്പില വരതിട്ട് ഇതാണ് കറിവേപ്പില എന്ന് പറയുന്ന സാധനം. ഇതിന് അല്പം മാത്രം പീസുകൾ എടുത്ത് കഴുകാതെ ഇതിൽ കൊണ്ടുപോയി കഴുകാതെ കൊണ്ട് ഇത് തുണ്ടുമായി ഇങ്ങനെ കട്ട് ചെയ്ത് മലയാളം പറഞ്ഞു ഇതിന്റെ മേലെ വീണിരിക്കുന്ന കറിവേപ്പിലകൾ പുറക്കിയെടുത്ത് ഇതിലേക്ക് ഇടും. എന്നിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കുക. കൈ മണക്കുന്നുണ്ടോ? മണക്കുന്നുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ കണ്ടൻസർ റെഡി. ഓഫാക്കുക. ഓഫ് ചെയ്ത ശേഷം അങ്ങനെ വെക്കുക, തുറന്നു വെക്കുക. ചിക്കൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? അത് തിന്നുമ്പോ മനസ്സിലാവും. തിന്നുന്നതിന് മുമ്പേ മനസ്സിലാവാതെ. ഇതാണ് നിങ്ങൾ കണ്ട ചിക്കൻ. എന്താണ് ഇതിന്റെ പേര് അതുകൂടെ പറഞ്ഞ? ചിക്കൻ മസാലക്കറി.